ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈറോസ്കോപ്പിനെ കുറിച്ചും ഗൈറോസ്കോപ്പിക് എഫക്റ്റിനെ കുറിച്ചുമാണ്. ഓക്കെ, ഗൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് വർക്കിംഗ് അണ്ടർ ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ഒരു ഡിവൈസ് ഗൈറോസ്കോപ്പിക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഗൈറോസ്കോപ്പ്. അപ്പം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ടെൻഡൻസി ടു ഒപ്പോസ് precessional motion is known as gyroscopic effect. The tendency to oppose precessional motion is known as gyroscopic effect. ഈ ഒരു ഡെഫിനിഷൻ ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഞാനിപ്പം എന്താണ് പ്രിസിഷൻ, എന്താണ് പ്രിസിഷണൽ മോഷൻ, ഇതൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. ടുവേർഡ്സ് എൻഡ് ഓഫ് ദി വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നേരെ ഗൈറോസ്കോപ്പിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഒരു സിമ്പിൾ ഗൈറോസ്കോപ്പിക് ഡിവൈസ്. എന്താണ്? വി ക്യാൻ സീ എ റോഡ് ഹാവിങ് എ ഡിസ്ക് അറ്റ് വൺ എൻഡ്, അല്ലേ? നമുക്കിപ്പോൾ സ്ക്രീനിൽ ഒരു റോഡ് കാണാം, സപ്പോർട്ടിങ് എ ഡിസ്ക് അറ്റ് അതർ എൻഡ്, വൺ എൻഡ്. ഒരെൻഡ് ഫ്രീ ആണ്, ഒരെൻഡിൽ ഒരു ഡിസ്ക് ഇരിപ്പുണ്ട്. ഞാനിപ്പം ഈ റോഡിൻ്റെ ഒരെൻഡ് ഞാൻ സ്ട്രിങ് ഉപയോഗിച്ച് ഒരു പോയിന്റ് അബോട്ടായിട്ട് ഹാങ് ചെയ്ത് വെച്ചേക്കുവാണ്. സ്ട്രിങ് ഉപയോഗിച്ച് ഒരു പോയിന്റ് അബോട്ടായിട്ട് ഞാൻ ഹാങ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കറിയാം ഈ ഡിസ്കിന് വെയിറ്റ് ഉണ്ട്. ഈ ഡിസ്കിന് എന്തുകൊണ്ട്? വെയിറ്റ് ഉണ്ട്. ദ വെയിറ്റ് വിൽ ഓൾവേസ് ആക്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. നമുക്കറിയാം വെയിറ്റ് W=mg. ആ ഫോഴ്സ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എനിക്കൊരു പൊസിഷൻ എക്സ്പെക്റ്റ് ചെയ്താൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് സംഭവിക്കും? ഈ റോഡ് താഴോട്ട് വരും. അതിൻ്റെ വെയിറ്റ് മൂലം ഈ റോഡ് ഈ ഡിസ്ക് താഴോട്ട് വരും. ഈ ഫിഗറിൽ കാണുന്നതിനൊക്കെ ഈ റോഡ് താഴോട്ട് വരും. പക്ഷേ ഞാൻ ഈ റോഡിന് ഇപ്പോൾ ഒരു ആംഗുലാർ വെലോസിറ്റി കൊടുക്കുന്നു. ഓക്കെ, ഈ ഡിസ്കിന് ഞാനിപ്പോൾ ഒരു ആംഗുലാർ വെലോസിറ്റി കൊടുക്കുന്നു. ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇതിൻ്റെ ആരോ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഡിസ്കിൻ്റെ മോഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും, കാരണം ആരോ ഇങ്ങോട്ടാണ്. എന്നാൽ ഞാൻ ഈ എൻഡിൽ നോക്കുമ്പം ഈ ഡിസ്കിൻ്റെ മോഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആ ഒരു സൈഡ് ഫിക്സ് ചെയ്യാം. ഞാൻ ദാ ഇവിടെ നിന്ന് നോക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണ്, അതായത് ഞാൻ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്കറിയാം ഈ ഡിസ്കിൻ്റെ മോഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. ഞാൻ ഈ ഒരു മോഷൻ, ഈ ഒരു ക്ലോക്ക് വൈസ് മോഷൻ ഡിസ്കിന് കൊടുക്കുമ്പം ഞാൻ നോക്കാൻ നേരുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഗൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇത് താഴോട്ട് വരത്തില്ല, മറിച്ച് ഇത് അങ്ങോട്ട് സ്പിൻ ചെയ്യും. അതായത് അങ്ങോട്ട് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എലോങ് ആയിട്ട് ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങും, അല്ലേ? ഈ ഒരു ആക്സിസിന് അബോട്ടായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ എലോങ് ആയിട്ട് ഇത് കിടന്ന് കറങ്ങും. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഈ റോഡ് അങ്ങോട്ടും മൂവ് ചെയ്യും. കണ്ടോ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എലോങ് ആയിട്ട് ഇതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഈ ആക്സിസിന് അബോട്ടായിട്ട് ഈ ഹൊറിസോണ്ടൽ പ്ലെയിന് എലോങ് ആയിട്ട് ഈ ഡിസ്ക് ഈ റോഡും ഈ നമ്മളെ ഗൈറോസ്കോപ്പിക് ഡിവൈസ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷണൽ മോഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മോഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേര് ഗൈറോസ്കോപ്പ്. എന്തുകൊണ്ടാണ് ഈ മോഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മളെ വെയിറ്റ്, ഈ ഫോഴ്സ് മൂലം ഇവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്കാണ് ഈ മോഷന് കാരണമാവുന്നത്. സോ ഈ പ്രിസിഷന് കാരണമാവുന്നതെന്ന് പറയുന്നത് ദ ടോർക്ക് വിച്ച് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദി വെയിറ്റ് ഓഫ് ദി ഡിസ്ക്. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. സോ ആദ്യം നമുക്കറിയാം ഈ ഡിസ്കിന് ഇപ്പം റൊട്ടേഷൻ ഉണ്ട്, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ ഡിസ്കിന് ഇപ്പം എന്തുണ്ട്? ഒരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. നമുക്ക് ആദ്യം ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഈ ഡിസ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഈ ഡിസ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, നമ്മളെ റൈറ്റ് ഹാൻഡ് ഇതേ കണക്ക് കൊണ്ടുവയ്ക്കും. പോയിന്റ് ഔട്ട് റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റോഡ്. നമ്മുടെ ഡയറക്ഷൻ, റോഡിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ പാരലായിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് വയ്ക്കുക. ഓക്കെ, ഈ ഫിഗറിൽ കാണിക്കുന്നതാണ്. കേൾ ദ ഫിംഗേഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി റോട്ടർ. നമ്മളെ ഫിംഗർ ഈ റോട്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ കേൾ ചെയ്യിപ്പിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്ട് ആരോ ഇങ്ങോട്ടാണ്, സോ നമുക്ക് കേൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മളെ തമ്പ് അങ്ങോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. സോ നമുക്കിവിടെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഈ ഡിസ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നു, അല്ലേ? നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, ഈ റോഡിന് അലോങ് ആയിട്ട് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് കേൾ ദ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ഡിസ്ക്. ദെൻ ദ തമ്പ് വിൽ പോയിന്റ് ദ ഡയറക്ഷൻ ഓഫ് ദി ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ ഫിംഗേഴ്സ് അതേ കണക്ക് കേൾ ചെയ്യുന്നു. അപ്പോൾ ഈ തമ്പാണ് നമ്മളെ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാം ദ തമ്പ് ഇങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഈ ഡയറക്ഷനിലാണ് നമ്മൾ എന്തോന്ന്? ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ ആക്സിസ്. ആൻഡ് ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. എന്താണ് സ്പിൻ ആക്സിസ്? നമ്മൾ ഏത് ആക്സിസിന് അലോങ് ആയിട്ടാണോ നമ്മൾ റോട്ടർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് സ്പിൻ അല്ലെങ്കിൽ സ്പിൻ ആക്സിസ്. ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് നമ്മളെ ആക്സിസ് ഓഫ് സ്പിൻ റിവോൾവ് ചെയ്യുന്നത്, ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് പൊസിഷൻ. സോ ഈ ആക്സിസിനെ വിളിക്കുന്ന പേര് ആക്സിസ് ഓഫ് പൊസിഷൻ ആൻഡ് ഈ ആക്സിസിനെ വിളിക്കുന്ന പേര് ആക്സിസ് ഓഫ് സ്പിൻ അല്ലെങ്കിൽ സ്പിൻ ആക്സിസ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഫിഗറിൽ കാണാം ആക്സിസ് ഓഫ് പൊസിഷൻ എന്താണ്, നമ്മുടെ സ്പിൻ ആക്സിസ് എന്താണ്, ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്താണ്. ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ അലോങ് ദി സ്പിൻ ആക്സിസ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രിസിഷന് കാരണമാവുന്നത് ഈ ഫോഴ്സാണ്. ഈ ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ഒരു ടോർക്കാണ് ഈ ഒരു പ്രിസിഷന് കാരണമാവുന്നത്. ഈ പ്രിസിഷൻ മോഷന് കാരണമാവുന്നത് ഈ ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ഒരു ടോർക്കാണ്. ഓക്കെ, ഈ ഫോഴ്സ് മൂലം ഒരു ടോർക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് വെയിറ്റ് ഓഫ് ദി ഡിസ്ക് മൂലം ഒരു ടോർക്ക് ഉണ്ടാവും. ദ ടോർക്ക് വിൽ ഓൾവേസ് ആക്ട് ടുവേർഡ്സ് ദ സ്ക്രീൻ. അത് സ്ക്രീന് ടുവേർഡ്സ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അതാണ് ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ, അതായത് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ടോർക്കിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പോയിന്റ് ഔട്ട് അവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി റോഡ്. നമ്മൾ റോഡിന് അലോങ് ആയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് വയ്ക്കുക. ഓക്കെ, കേൾ ദ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് mg. ഈ ഫിംഗേഴ്സിനെ നമുക്ക് കേൾ ചെയ്യണം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് mg. നിങ്ങളിപ്പം ഫിഗറിൽ കാണുന്ന കണക്ക്. ഓക്കെ, ദെൻ ഈ ഒരു പൊസിഷനിൽ ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ടോർക്ക്. ഈ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷനാണ് ഈ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ. ആ ടോർക്കാണ് ഈ പ്രിസിഷന് കാരണമാവുന്നത്, ഈ പ്രിസിഷൻ മോഷന് കാരണമാവുന്നത്. സോ നിങ്ങൾക്ക് കാണാം ആ തമ്പ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി ബോർഡ്, അല്ലേ? ടുവേർഡ്സ് ദി സ്ക്രീനിലോട്ടാണ് നമ്മളെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടോർക്കാണ് ഈ നമ്മളെ ഗൈറോസ്കോപ്പിൻ്റെ പ്രിസിഷൻ മോഷന് കാരണമാവുന്നത്. ഡയറക്ഷൻ ഓഫ് ദി ടോർക്ക് കാണാം. ഇതാണ് ഡയറക്ഷൻ ഓഫ് ദി ആംഗുലാർ വെലോസിറ്റി. ഇതാണ് ആക്സിസ് ഓഫ് പൊസിഷൻ. ഇതാണ് ഡയറക്ഷൻ ഓഫ് ടോർക്ക്. ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി ബോർഡ് അല്ലെങ്കിൽ ഇൻ ടു ദി ബോർഡ്. ഓക്കെ, ദിസ് ടോർക്ക് വിൽ കോസ് ദി ഗൈറോസ്കോപ്പ് ടു സ്പിൻ അറൗണ്ട് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. നൗ the torque which is required to cause the axis of spin to precess in the horizontal plane is called active gyroscopic couple. നമ്മൾ പറഞ്ഞു. So the torque which is required to cause the axis of spin to precess in the horizontal plane is known as active gyroscopic torque. Now ഈ ഒരു ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കാണ്. So a reactive gyroscopic torque is generated which tends to rotate the axis of spin in the opposite direction. ഏത് ആക്സിസിന് അലോങ് ആയിട്ടാണോ സ്പിന്ന് നമ്മൾ ആക്സിസ് ഓഫ് സ്പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അതായത് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. ഇറ്റ് ഈസ് ഓൾവേസ് ടെൻസ് ടു സ്പിൻ ദി ആക്സിസ് ഓഫ് സ്പിൻ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഞാൻ ആദ്യം ഡെഫിനിഷൻ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി.
This tendency to oppose precessional motion is called gyroscopic effect. So നമ്മളെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിൻ്റെ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. അപ്പം നമ്മളെ റോഡിന് പ്രിസിഷൻ മോഷൻ ഉണ്ടാവും, നമ്മൾ ആ ഡിസ്കിന് ഒരു ആംഗുലർ വെലോസിറ്റി കൊടുത്താൽ, അതായത് നമ്മളെ ഗൈറോസ്കോപ്പിന് ഒരു ആംഗുലർ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ ഏത് മോഷൻ ഉണ്ടാവും? ഒരു പ്രിസിഷൻ മോഷൻ ഉണ്ടാവും. ആ പ്രിസിഷൻ മോഷന് കാരണമാവുന്ന ടോർക്കിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. ആ ടോർക്കിന് അഗൻസ്റ്റ് ആയിട്ടൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്കിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് നമ്മളെ പ്രിസിഷണൽ മോഷനെ ഒപ്പോസ് ചെയ്യും. സോ ഈ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇങ്ങനെ എ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനാണ്. ആൻഡ് ബി ഡാഷ് എ ഡാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റാണ്. നമുക്കിനി നമ്മൾ ഈ വീഡിയോയിൽ ഗൈറോസ്കോപ്പിനെ കുറിച്ചും ഗൈറോസ്കോപ്പിക് എഫക്റ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ ഷിപ്സ്, എറോപ്ലെയിൻസ്, ഓട്ടോമൊബൈൽസ്, 4-വീലറും 2-വീലറിലും ഇതെല്ലാം നമ്മൾ അപ്കമിങ് വീഡിയോസിൽ പഠിക്കും. സോ ഇപ്പം എന്താണ് ഗൈറോസ്കോപ്പ്, എന്താണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പ്, എന്താണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പ്, എന്താണ് പ്രിസിഷണൽ മോഷൻ, ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, ഇനി അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാം. സോ താങ്ക് യു.